ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. സ്വർണ്ണക്കപ്പിനെ വരവേൽക്കാൻ ഹൃദയപൂർവ്വം ചേലക്കര. 64ാമത് കേരള സ്കൂൾ കലോത്സവ വിളംബരത്തിന് നാളെ തുടക്കം. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മികച്ച കലാപ്രതിഭകൾക്ക് സമ്മാനിക്കുന്ന കലോത്സവ സ്വർണ്ണക്കപ്പ് 2026 ജനുവരി 12 തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ചേലക്കരയിലെത്തും. ഹൃദയപൂർവ്വം ചേലക്കര എന്ന പേരിൽ വിപുലമായ ആഘോഷങ്ങളോടും ഒരുക്കങ്ങളോടും കൂടിയാണ് നിയോജകമണ്ഡലം സ്വർണ്ണക്കപ്പിന് സ്വീകരണമൊരുക്കുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി ചേലക്കര പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിക്കുന്ന വർണ്ണാഭമായ സ്വീകരണ ഘോഷയാത്രയിൽ വിവിധ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അണിനിരക്കും. നിയോജകമണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും കുടുംബശ്രീ പ്രവർത്തകരും ഉൾപ്പെടുന്ന വൻ ജനാവലി ഈ ഘോഷയാത്രയുടെ ഭാഗമാകും. ഘോഷയാത്ര സമാപിക്കുന്ന SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാവിരുന്നുകളും അരങ്ങേറും. സ്കൂൾ പരിസരത്ത് കലോത്സവത്തിന്റെ നാൾവഴികൾ വ്യക്തമാക്കുന്ന കലോത്സവ ചരിത്രമരം എന്ന വേറിട്ട പ്രദർശനവും ഒരുക്കുന്നുണ്ട്. കഥകളി വേഷം അണിഞ്ഞ് കലാകാരന്മാർ ആ വണ്ടിയിൽ ഉണ്ടാവും. അതിന് തൊട്ടു പുറകിൽ നമ്മുടെ വിവിധ സ്കൂളിലുള്ള SPC, NSS, NCC, അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, പവർ ബ്രിഗേഡ്, അതുപോലെ തന്നെ റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വിവിധ നമ്മുടെ ചേലക്കര മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലെ കുട്ടികൾ അവരുടെ യൂണിഫോം ധരിച്ച് ഇതിൻ്റെ തൊട്ട പുറകിൽ അവർ അത് ഈ ഇതിലുണ്ടാവും, ഘോഷയാത്രയിൽ ഉണ്ടാവും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ആ കുട്ടികളെല്ലാം വീണ്ടും അവരെയൊക്കെ ഒന്നും കൂടെ ട്രെയിൻ ചെയ്യിച്ച് 12-ാം തീയതി 3 മണിയാകുമ്പോഴേക്കും കുട്ടികളെ ഇങ്ങോട്ട് അവരെല്ലാവരും എത്തും. അപ്പോൾ കുട്ടികളെ ഈ ഘോഷയാത്രയിൽ ഈ കഥകളി വേഷത്തിന് തൊട്ട് പുറകിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതിന് നേരെ തൊട്ട് പുറകിൽ വിവിധ സ്കൂളിൽ നിന്ന് അവർ കുട്ടികളെ പഠിപ്പിച്ച ബാൻഡ് സെറ്റ്, ചെണ്ടവാദ്യം, അങ്ങനെ വിവിധ തരത്തിലുള്ള അവരുടെ കലയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച കുട്ടികളും ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് നേരെ തൊട്ട് പുറകിൽ ചെണ്ടവാദ്യം പഠിച്ച കുട്ടികളും അതുപോലെ തന്നെ ഈ വിവിധ തരത്തിലുള്ള അവരുടെ പരിപാടികൾ അതിനിടയ്ക്ക് വെച്ച് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വഴി നീളെ ആ ഡാൻസും ഈ ഗോത്രവർഗത്തിൻ്റെ ഡാൻസ് എല്ലാം പഠിപ്പിച്ച സ്കൂളുകളുണ്ട്. ആ കുട്ടികളെ അവിടെ അത് അവതരിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ തൊട്ട് പുറകിൽ അതും ഉണ്ടാവും. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ പുറകിൽ വിവിധ കലാസംഘങ്ങൾ എന്ന് വെച്ചാൽ കാവടിയും തകിലും ഉൾപ്പെടെയുള്ള ഒരു ഉത്സവ അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഉൾപ്പെടുത്തി അതിനൊപ്പം ഉണ്ടാവും. ഇത് കൂടാതെ നമ്മുടെ കുടുംബശ്രീ സഹോദരിമാർ അവരും ഞങ്ങൾക്കും ഇതിലൊന്ന് പങ്കെടുക്കണം എന്ന് ഒരു ആവേശം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന കുടുംബശ്രീ സഹോദരിമാർ ഇതിനകത്ത് അവരും പങ്കെടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികളുടെ മാത്രമല്ല ഒരു നാടിൻ്റെ ആവശ്യമാണ്, ഞങ്ങളും കൂടെ അതിൽ വരുന്നുണ്ട് എന്ന് അവർ അറിയിച്ചപ്പോൾ അവരും കൂടെ നമുക്കിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് അതിന് തൊട്ട് പുറകിൽ നിൽക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ ഒരു ബാനർ വെച്ച് അതിൻ്റെ ബാനറിന് പുറകിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ ജനപ്രതിനിധികൾ അതിനകത്ത് നിൽക്കാനും അവരിതിനൊപ്പം സഞ്ചരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് പുറകിലാണ് നമ്മൾ വാഹനത്തിൽ വരുന്ന സ്വർണ്ണക്കപ്പ് ആ വണ്ടിക്കകത്ത് മുകളിൽ പ്രദർശിപ്പിക്കുന്നത്. ആ വണ്ടി ഇതിൻ്റെ പുറകിൽ തൊട്ട് ജനപ്രതിനിധികളുടെ പുറകിൽ ആ വാഹനം കൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൃത്യമായി തൊട്ട് അപ്പുറത്തെ പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് നമ്മുടെ SMT സ്കൂൾ വരെ വരാനുണ്ട്. ഇതിനിടയ്ക്ക് മറ്റൊന്ന് LP സ്കൂളുകളിലെ ഞങ്ങളെ കൂടെ അതിൽ ഉൾപ്പെടുത്തണം, ഞങ്ങളുടെ കുട്ടികളെ കൂടെ അതിൽ ഉൾപ്പെടുത്തണം. അവർ ആനയും പൂമ്പാറ്റിയും അതുപോലെ പക്ഷികളുമായി പല വേഷങ്ങളായി ഞങ്ങളുടെ LP കുട്ടികൾ വരുന്നുണ്ട്, അവരെ കൂടെ അതിൽ ഉൾക്കൊള്ളിക്കണം എന്ന് അവരുടെ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു ആഗ്രഹം അത് തടയില്ല. അപ്പോൾ എന്തായാലും ദൂരത്തുനിന്ന് കുട്ടികളെ നടത്തണ്ട, ഈ SMT സ്കൂളിൻ്റെ അവിടുന്ന് ഒരു 50 മീറ്റർ അപ്പുറത്ത് ഉള്ള ജംഗ്ഷനിൽ അവർ ഈ സ്വീകരിച്ച് അവർ കൊണ്ടുവരുന്ന പോലെ കൂടെ ഇതിന് മുമ്പിൽ ആക്കണം എന്ന് ഒരു സംഘാടകർ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രകടനം ഇങ്ങനെ ഘോഷയാത്ര വന്ന് കൃത്യം നമ്മുടെ ജംഗ്ഷനിലെ ആല് കഴിഞ്ഞിങ്ങോട്ട് തിരിയണ വഴിക്ക് ഈ കൊച്ചു കുട്ടികളുടെ ആനയും ജിറാഫും താറാവും ഉൾപ്പെടെയുള്ള വേഷം അണിഞ്ഞ കുട്ടികൾ ഇവരെ സ്വീകരിച്ച് സ്കൂളിലേക്കകത്തേക്ക് കൊണ്ടുവരണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കുട്ടികളും മറ്റ് പൊതുജനങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ
ഈ കുട്ടികളെ രക്ഷിതാക്കൾ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. വലിയ ഘോഷയാത്രയോടുകൂടി ഉത്സവ രീതിയിൽ പടക്കം എല്ലാമായി ആർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാമായി ചേലക്കരയെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു സ്വീകരണം കൊടുക്കണം എന്നാണ് ഇപ്പോൾ സംഘാടകർ ആലോചിച്ചിട്ടുള്ളത്. അതേ അർത്ഥത്തിൽ വലിയ ആവേശത്തോടെയാണ് സ്കൂളുകളെല്ലാം ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വരുന്നതോടുകൂടി വരുന്ന സ്ഥലത്ത് കുട്ടികളാണ് വരുന്നത്. അല്പം മറ്റു ജില്ലകളെല്ലാം നിയോജകമണ്ഡലത്തിൽ പോയി ലാസ്റ്റ് കുന്നംകുളത്തേക്കാണ് പോയി കുന്നംകുളത്തു നിന്നാണ് ചേലക്കരയ്ക്ക് എത്തുന്നത്. ഇനി അഥവാ ഒരു അരമണിക്കൂറോ ഒരു മുക്കാൽ മണിക്കൂർ വഴുകുകയാണെങ്കിൽ കുട്ടികൾ വലഞ്ഞു നിൽക്കരുത് എന്ന് തീരുമാനിച്ചപ്പോൾ സംഘാടകർ തന്നെ ചില ഒരുക്കങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പള്ളി പരിസരത്ത് അവിടെ കുടിക്കാനുള്ള ശുദ്ധമായ വെള്ളവും കുട്ടികൾക്ക് നാരങ്ങ വെള്ളവും ഒപ്പം വേറെ എന്തെങ്കിലും സ്നാക്സും കൊടുക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന കുട്ടികൾക്കെല്ലാം അവിടെ കൊടുക്കാനും ഒപ്പം കുട്ടികൾ തളരാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വെള്ളം നാരങ്ങ വെള്ളം ഉൾപ്പെടെ എല്ലാം കൊടുക്കാനും അതോടൊപ്പം തന്നെ അത് സ്വർണ്ണക്കപ്പ് എത്തിക്കഴിഞ്ഞാൽ അവർ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത് നേരെ വന്ന് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ സ്കൂളിലും ഇത്തരം വെള്ളവും ബിസ്ക്കറ്റും എല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ള ഇവിടെയും ഒരുക്കങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സുഭിക്ഷമായി അതിൻ്റെ ഒരു തടസ്സം വരാത്ത രീതിയിൽ കുട്ടികൾക്ക് ശുദ്ധമായ വെള്ളവും സ്നാക്സും എല്ലാം കൊടുക്കാൻ രീതിയിൽ അതിൻ്റെ ഒരുക്കങ്ങളും സംഘാടകർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ പോലീസിൻ്റെ പൊതുജനങ്ങൾക്ക് വാഹനത്തിൽ പോകുമ്പോൾ അവർക്ക് പ്രയാസം വരാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേതെങ്കിലും വഴി ഈ ഘോഷയാത്ര SMT സ്കൂളിലേക്ക് എത്തിച്ചേർന്നവരെ തൽക്കാലം വാഹനം മറ്റേതെങ്കിലും റൂട്ടിൽ മാറ്റിവിടാൻ കഴിയും. വല്ല എമർജൻസി വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ പോലീസ് ഉൾപ്പെടെയുള്ള അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ ഉടനെ പോലീസ് അവരെത്താൻ പറഞ്ഞിട്ടൊന്ന് കൂടി ആലോചിച്ച് എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ അതിന് സഹായം ചെയ്തു തരാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അവരുമായി ആലോചിച്ച് അതിനെയും കൂടി ഒരുക്കങ്ങൾ ചെയ്യണം എന്നാണ് തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ SMT സ്കൂളിനകത്ത് വരുമ്പോൾ നമുക്കിവിടെ കപ്പ് കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റേജ് ഒരുക്കുന്നുണ്ട്. ആ സ്റ്റേജിന് അത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ കപ്പും മറ്റ് ജനപ്രതിനിധികളെല്ലാം ഇരിക്കാൻ പറ്റുന്ന സൗകര്യം എല്ലാം ഇവിടെ ഈ സ്റ്റേജിനകത്ത് ഒരുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഒരു ചരിത്ര മരം നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്ര ഒരു മരം ഉണ്ടാക്കാൻ വേണ്ടി സംഘാടകർ ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ആളുകൾ വന്ന് നോക്കി അധ്യാപകരെല്ലാം അതിനൊരു നിർദ്ദേശം പറഞ്ഞു കൊടുത്തപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ അവിടെ ഉണ്ടാക്കാൻ. ഇതുകൂടാതെ സ്റ്റേജിൻ്റെ നേരെ മുൻവശത്ത് നമ്മുടെ ഇരിപ്പിടം ഇരിക്കുന്ന തൊട്ട് മുമ്പ് കേരളത്തിൻ്റെ ഒരു ഭൂപടം താഴെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂപടത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് 64 കുട്ടികൾ ഹൈഡ്രജൻ ബലൂൺ മുകളിലേക്ക് പരത്തി വിടാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ കുട്ടികൾ അത് മുകളിലേക്ക് പറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് അതും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ വളരെ കൃത്യമായി സംഘാടകർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റോ ഈ സ്കൂളിനകത്തോ ചേലക്കര അങ്ങാടിയിലോ നമ്മളത് ഈ ഘോഷയാത്ര കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് പോകുന്ന രീതിയിൽ ആവരുത്. അപ്പോൾ അതിന് പരമാവധി അതിൻ്റെ അരങ്ങ് പോലും കുരുത്തോല വെച്ച് വേണം ചെയ്യാൻ. സ്കൂളിനകത്തും അങ്ങാടിയിലും കുരുത്തോല വെച്ചുള്ള അരങ്ങ് ഉണ്ടാക്കാനും ഇവിടെ വന്നാൽ ഇവിടെ നമ്മുടെ സംഘാടകർ അതിൻ്റെ ഹരിതകർമ്മ സേനയുടെ സേവനം ഉൾപ്പെടെ തേടി നമുക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്കൂളെല്ലാം വൃത്തിയാക്കി കൊടുത്തു വേണം ഇവിടുന്ന് ഇത് പിരിഞ്ഞു പോകുമ്പോൾ ചെയ്യാം. 64ാമത് കലോത്സവത്തിന്റെ വിളംബരമായി കുട്ടികൾ തീർക്കുന്ന കേരള ഭൂപട മാതൃകയിൽ നിന്നും 64 വർണ്ണ ബലൂണുകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടാണ് സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കുക. ചേലക്കര MLA യുവ പ്രദീപ് ചെയർമാനായും വടക്കാഞ്ചേരി അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ഷീജ കുനിയിൽ കൺവീനറായും SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ N സുനിത ട്രഷററായും രൂപീകരിച്ച വിപുലമായ സംഘാടക സമിതിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. നമുക്ക് അറിയാം, സ്കൂൾ കലോത്സവത്തിൽ നിന്നാണ് നമ്മുടെ പ്രതിഭകളെയും പലതരം പ്രതിഭകളെ വാർത്തെടുക്കുന്നത് ഇത്തരം സ്കൂൾ കലോത്സവങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഒരു അവസരമാണിത്. നമ്മുടെ ജില്ലയിൽ ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുന്നത്. എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങൾ കാണണം, വരണം എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. നമുക്ക് വടക്കാഞ്ചേരി ഉപജില്ലയ്ക്ക് 2 മണ്ഡലങ്ങളുണ്ട്. അതിൽ 2 സ്വീകരണ മണ്ഡലങ്ങൾ നമുക്ക് ഉണ്ട്. ഒന്ന് SMDയും ഒന്ന് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളുമാണ്. SMDയിൽ അല്ലെങ്കിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട MLAയുടെ പ്രദീപ് അവരുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. എല്ലാ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും പ്രാതിനിധ്യം ഈ ഒരു സ്വർണ്ണക്കപ്പ് സ്വീകരണ യോഗത്തിൽ വേണമെന്ന് HMCന്റെ ആവശ്യം
പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. CCV ന്യൂസ് ചേലക്കര.